100 മില്ലി വിറ്റാൽ 80 രൂപ തൊട്ട് 130 രൂപ വരെ ലാഭമുണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് പറയുന്നത്. ഒരു ഹോം മെയ്ഡ് പ്രോഡക്റ്റ് ആണ്. ഇത് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് മാക്സിമം ടു മാക്സിമം വേണ്ടി വരുന്നത് ഒരു 4000-5000 രൂപയാണ്. അത്രയും വേണ്ട എങ്കിൽ പോലും ഒരു ക്യാപിറ്റൽ എമൗണ്ട് എന്ന രീതിയിൽ അത്രയും കയ്യിലുണ്ടെങ്കിൽ നല്ല കാര്യമായിരിക്കും. വളരെ നല്ല ഒരു പ്രോഡക്റ്റ് ആണ്. അതുപോലെ മനുഷ്യർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന പ്രോഡക്റ്റ് ആണ്. അതുപോലെ മനുഷ്യരിൽ ഭൂരിഭാഗത്തിനും ആവശ്യമുള്ള പ്രോഡക്റ്റ് ആണ്. ഈ പ്രോഡക്റ്റൊക്കെ ഒരുപാട് മാർക്കറ്റിലുണ്ട്, പക്ഷെ ഈ ഒരു കൂട്ടു മാർക്കറ്റിൽ കാണാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ ഈ വരുന്ന പ്രോഡക്റ്റുകൾക്കൊക്കെ അവർ പറയുന്ന രീതിയിലുള്ള ഗുണങ്ങൾ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നല്ല ഗുണമേന്മയോടെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്കറ്റ് പിടിക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഒരാൾ ഉപയോഗിച്ച് ഗുണം വന്നാൽ തീർച്ചയായിട്ടും അവർ 10 കസ്റ്റമറെ നിങ്ങൾക്ക് കൊണ്ടുതരും. അതിൽ സംശയമൊന്നും വേണ്ട. ഇതുപോലെയുള്ള ചെറുകിട ബിസിനസ്സുകളെ പറ്റിയാണ് നമ്മൾ പറയാറുള്ളത്. ഇന്നും അത് തന്നെയാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു താരനെ ഹരിക്കുന്ന അല്ലെങ്കിൽ താരസംഹാരിയാണ് നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത്. ഒരു ഓയിൽ തന്നെയാണ്. ഈ ഓയിലിന്റെ 100 ml നിങ്ങൾ വിറ്റാല് നിങ്ങൾക്ക് 80 രൂപ മുതൽ 130 രൂപ വരെ ലാഭം കിട്ടും. വേണമെങ്കിൽ 150 വരെയും ലാഭം എടുക്കാം. കാരണം മറ്റൊന്നുമല്ല, ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ വരുന്നത് മുഴുവൻ ഏതാണ്ട് ഫ്രോഡ് പ്രോഡക്ട്സ് ആണ്. അതിന് പറയുന്ന ഗുണങ്ങളില്ല. നിങ്ങൾ ചെയ്യുന്ന പ്രോഡക്റ്റിന് ഗുണം ഉണ്ടായിരിക്കും. ആ ഗുണം അതേപോലെ നിലനിർത്താൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങളുടെ പ്രോഡക്റ്റ് ഏറ്റവും കൂടുതൽ വിറ്റുപോകും, വില ഇനി എത്രയാണെങ്കിലും. അപ്പൊ നമുക്ക് ആ പ്രോഡക്റ്റിലേക്ക് കടക്കാം. എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടത് എന്ന് നോക്കാം. ഇവിടെ ചെറിയ ഒരു ക്വാണ്ടിറ്റിയാണ് പറയുന്നത്. ആദ്യം വേണ്ടത് കോക്കനട്ട് ഓയിലാണ്. അതാണ് ബേസ് ഓയിൽ. നമ്മളുടെ 100 മില്ലി വേണ്ടി വരും. പിന്നെ വേണ്ടത് നീം ഓയിൽ വേണ്ടി വരും. അത് 20 മില്ലി വേണ്ടി വരും. പിന്നെ വേണ്ടത് ടീ ട്രീ എസൻഷ്യൽ ഓയിൽ വേണ്ടി വരും. അതൊരു 8-10 ഡ്രോപ്സ്, തുള്ളികളാണ് വേണ്ടത്. പിന്നെ വേണ്ടത് അലോവേറ ജെല്ല് വേണ്ടി വരും. അതും 1 ടേബിൾ സ്പൂണിനടുത്ത് മതിയാകും. പിന്നെ വേണ്ടത് ഉലുവ ആണ് വേണ്ടത്. 1 ടേബിൾ സ്പൂൺ വേണ്ടി വരും. പിന്നെ വേണ്ടത് നമ്മളുടെ കരിഞ്ജീരകം, അതാണ് വേണ്ടത്. അതും നമുക്ക് വേണ്ടി വരും. സത്യത്തിൽ അതിന്റെ ഓയിൽ കിട്ടും, കലോഞ്ചി ഓയിൽ എന്ന് പറഞ്ഞ് കിട്ടും. അതാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആണ്. അപ്പോൾ അതൊരു 10 ml ആണ് നമുക്ക് വേണ്ടി വരുന്നത്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി വരുന്നത്. ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. നമ്മൾ ലോ ഫ്ലെയിമിൽ നമ്മളുടെ എണ്ണ ചൂടാക്കിക്കൊണ്ട് അതിലേക്ക് നമ്മളുടെ ഉലുവ ഇട്ട് കൊടുക്കുക. അതായത് ഒന്ന് ചതച്ച ഉലുവ ഇട്ട് കൊടുക്കുക. അതിന്റെ സത്ത് മുഴുവൻ ആ ഓയിലിലേക്ക് ഇറങ്ങുന്നത് വരെ ഒന്ന് ചൂടാക്കുക. ഒരു 10-15 മിനിറ്റ് അതിന് വേണ്ടി വരും. എന്നിട്ട് അത് അരിച്ച് അതിന്റെ ആ സീഡ് അല്ലെങ്കിൽ കുരു മുഴുവൻ എടുത്ത് മാറ്റിയതിനു ശേഷം ഓയിൽ വേറെ വയ്ക്കുക. പിന്നെ ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ നീം ഓയില്, ടീ ട്രീ ഓയില്, ബ്ലാക്ക് സീഡ് ഓയിൽ, അതായത് കരിഞ്ജീരകം, ഇവയെല്ലാം കൂടെ അലോവേറ ജെല്ല് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ഇതെല്ലാം കൂടെ നമ്മൾ ഓൾറെഡി ഉലുവ ഇട്ട് വെച്ച എണ്ണയിലേക്ക്, അരിച്ചെടുത്ത എണ്ണയിലേക്ക് കലർത്തി നന്നായിട്ട് അത് ഇളക്കുക. നമ്മളുടെ പ്രോഡക്റ്റ് റെഡി ആയി കഴിഞ്ഞു. നമ്മളുടെ താരസംഹാരി റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഓരോ സാധനത്തിനും അതിൻ്റെതായിട്ടുള്ള സ്ട്രെങ്ത് ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള ഗുണഗണങ്ങളുണ്ട്. അതുകൊണ്ട് അതിന്റെ ഒരു മിക്സ് വരുമ്പോഴാണ് ഈ താരനെ നമുക്ക് സംഭരിക്കാൻ പറ്റുന്നത്. ഇത് ഒരു ടെമ്പററി സൊല്യൂഷൻ അല്ല, പെർമനന്റ് സൊല്യൂഷൻ ആണ്. ഈ ഓയില് എടുത്ത് നമ്മളുടെ തലയൊട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതിനുശേഷം വളരെ മൈൽഡ് ആയിട്ടുള്ള ബേബി ഷാമ്പു കിട്ടുമെങ്കിൽ അത് ആ ഷാമ്പുവിൽ നിങ്ങൾ കുളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ റിസൾട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മളുടെ പ്രോഡക്റ്റ് റെഡിയായി കഴിഞ്ഞു. ഇത് തണുത്തതിന് ശേഷം നമ്മൾ ബോട്ടിലാക്കി നമ്മളുടെ ലേബൽ ചെയ്ത് വിൽക്കുകയാണ് വേണ്ടത്. ഇവിടെ ഞാൻ ആ ഇൻഗ്രീഡിയൻസ് പറഞ്ഞു, അതനുസരിച്ചുള്ള ഒരു എമൗണ്ട് കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഏകദേശം നമ്മൾ ഒരു 100 ml ഒരു ബാച്ച് ചെയ്തു വരുമ്പോഴത്തേക്ക് നമുക്ക് അപ്രോക്സിമേറ്റ്ലി 60 രൂപ തൊട്ട് 70 രൂപ വരെ ആകും. നമ്മളുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 150 രൂപ തൊട്ട് 200 രൂപ വരെയാണ്. അതാണ് പറഞ്ഞത് 80 രൂപ തൊട്ട് 130 രൂപ വരെ ലാഭം ലഭിക്കാം എന്ന് പറഞ്ഞത്. ഈ സെല്ലിംഗ് കോസ്റ്റ് ഡിപ്പെൻഡ് അപ്പോൺ ദ സിറ്റുവേഷൻ ആണ്. നമുക്ക് ആ പ്രോഡക്റ്റ് ആദ്യം കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടുണ്ട്, ഇല്ലെങ്കിൽ നല്ല ഗുണം ചെയ്യുന്നുണ്ട്, ഡാൻഡ്രഫ് പോയി കിട്ടുന്നുണ്ട് എന്ന് ഒരു റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ റേഞ്ചിലോട്ടൊക്കെ വരാം.
ആദ്യം അല്പം താഴ്ത്തി കൊടുക്കുന്നതിനായിരിക്കും നല്ലത്. ഇവിടെ ലൈസൻസുകളും കാര്യങ്ങളും ഒക്കെ വേണ്ടി വരും. പക്ഷെ നിങ്ങൾ ആദ്യം ലൈസൻസിന് വേണ്ടി ടെൻഷൻ അടിക്കാതിരിക്കുക. ആദ്യം ഇതൊന്ന് ഉണ്ടാക്കുക, സാമ്പിൾ ആൾക്കാർക്ക് കൊടുക്കുക, അവർ ഉപയോഗിച്ച് നോക്കട്ടെ, അവർക്കത് ഗുണം കിട്ടുന്നുണ്ട്, നമ്മൾ ഇത് പെർമനന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എവിടെയാണെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ അവിടെ ബിസിനസ് എക്സ്റ്റൻഷൻ ഓഫീസേഴ്സ് കാണും. അവരുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് തരും. ഏതൊക്കെ ലൈസൻസ് എവിടെയൊക്കെ നിന്ന് എടുക്കണം എന്നുള്ളത് ഇതിന്റെയൊക്കെ പ്രോപ്പർ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും. അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.